എടാ ഹോസ്പിറ്റലിൽ പോയാ? നീ കൊണ്ടുപോവാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ഇഞ്ചക്ഷൻ പേടിയാ, അതാ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കാത്ത. ആണോടാ? ഒന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി. ഡോക്ടർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഡ്രസ് ചെയ്ത് തരാം, ഞാനൊരു നേഴ്സല്ലേ. ഇതെന്തിനാ എംബ്രോയിഡറി ചെയ്ത് വെച്ചേക്കണ? ഇതെന്താ ഡ്രസ് ചെയ്ത് വെച്ചേക്കാനല്ലേ? അത് കളിക്കും. മൊത്തത്തിൽ കലങ്ങി തന്നെ ഇരിക്കണം. എടാ നീ പറഞ്ഞ എനിക്ക് ക്ലിയർ ആയില്ല. നീ എന്തോന്ന് മദ്യവിമുക്ത ഏകാന്ത സമരം നടത്തിയല്ലേ? അമ്മായി അത്രയും കഠിന പ്രയോഗങ്ങളൊക്കെ നടത്താതെ ഒരു പ്ലക്കാർഡും പിടിച്ചോണ്ട് കള്ളശാപ്പിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന്. എന്തോന്ന് കാട്? പ്ലക്കാർഡ്? എടാ പ്ലക്കാർഡ് ഈ സമരത്തിനൊക്കെ ആൾക്കാർ എഴുതി പിടിച്ചോണ്ടിരിക്കുന്ന സാധനം ഇല്ലേ, കണ്ടിട്ടില്ലേ? ഓ, പ്ലേ ഗ്രൗണ്ട്. ഈ പ്ലേ ഗ്രൗണ്ട് അല്ല, പ്ലക്കാർഡ്. അത് തന്നെ. എന്തോ എഴുതിയേ? അതിപ്പം എഴുതിയത് എന്തെന്നാല് മദ്യം നിരോധിക്കണം, മദ്യപാനികൾ നാടിനാപത്ത്. ഹാ ബെസ്റ്റ്. ഇതും എഴുതി പിടിച്ചോണ്ട് നീ കുടിയന്മാരെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാ? കൊള്ളാം, നന്മമാരാവാൻ നോക്കിയാടാടാ. അവര് നന്മയാൻ നോക്കിയത് തെറ്റെന്റെ ഭാഗത്ത് തന്നെ. ഇത് വലിയ തെറ്റൊന്നും അല്ല, പക്ഷെ ഈ മുറിവ് ബാലിച്ചേട്ടൻ കണ്ട സീനാവോ എന്നാണ് എന്റെ ടെൻഷൻ. അച്ഛനും ശങ്കരാപ്പൂപ്പനും പറഞ്ഞ അവരായിരിക്കും അടുത്ത കല്ല് അറിയുന്നത്. അല്ല അപ്പൊ അമ്മ വരുമ്പോ എന്ത് പറയും? എടാ സത്യം പറഞ്ഞാൽ മതി, കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി കള്ളം ചേച്ചി കണ്ടുപിടിക്കണം, അതിന്റെ പേരിൽ വേറെ പ്രശ്നമാവണം. എനിക്ക് ഏത് സമയത്താണോ എന്തോ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നത്? നീ അങ്ങനെ തളരല്ലേ കേശു. ഈ വലിയ വലിയ നേതാക്കന്മാരില്ലേ, അവർ ഈ ജയിലിലേക്ക് എത്ര സഫർ ചെയ്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്ന്. അങ്ങനെ പറയാൻ ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാ. ഡാ നീ കല്ലെറിഞ്ഞ ആളെ കണ്ടായിരുന്നാ? അങ്ങനെ ഒറ്റയ്ക്ക് ബോധം പോയില്ലേ? എന്തെന്ന് പറഞ്ഞ? അല്ല മറ്റേ കല്ല് എറിഞ്ഞ് കുറെ ആൾക്കാർ നിപ്പുണ്ടായിരുന്നു. അപ്പൊ കല്ലെറിഞ്ഞപ്പോ കണ്ടില്ല. ചേട്ടൻ ആദ്യം പറഞ്ഞത് ഒറ്റയ്ക്ക് ബോധം പോയെന്നോ? അതൊന്നും സാരമില്ലെന്നേ, ഈ കല്ലേറ് ഇട്ടുമ്പോ ആർക്കായാലും ബോധം പോവും. അമ്മായി അമ്മ വരുമ്പോളേ ഇതൊന്ന് ഡീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണേ. നിന്റെ അടുത്ത് ആര് ചോദിച്ചു? ഞാൻ കാണും കേശു, ഈ നെറ്റ് കയറിയിട്ട് നന്നായി. വേറെ എവിടെയെങ്കിലും വാക്കില്ലാതെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ചേട്ടൻ പല്ലിന് അറിയിട്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഏട്ടനെ കാണാൻ. കൊള്ളാം, എന്നെയായിരിക്കും. നിന്റെ നെറ്റിയിലെന്ത് പറ്റിയടാ? നെറ്റിയിലെന്ത് പറ്റിയെന്ന്? ഇടിച്ച്. എവിടെ ഇടിച്ച്? അത് മറ്റേ നമ്മുടെ ഇത് വന്നപ്പോഴേ മറ്റേ. ചേട്ടാ, ചേട്ടൻ്റെ അടുത്ത് ഗൗരിയമ്മായി പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത് കള്ളം പറയില്ലെന്ന്? കള്ളം പറയരുതെന്നാ? കേശു സത്യം പറയടാ. അമ്മ ഇതാരോ കല്ലെടുത്തെറിഞ്ഞ. കല്ലെടുത്തെറിഞ്ഞാ? ആര് കല്ലെടുത്തെറിഞ്ഞ്? ചേച്ചി ചെറുപ്പത്തിന്റെ എടുത്തു ചാട്ടം ഉണ്ടല്ലോ. എന്ത് ചെറുപ്പത്തിന്റെ അടുത്തേടാ? കാര്യം പറയണോ ഒന്ന്? അമ്മ സംഭവം ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. വരുന്ന വഴിക്ക് അതൊരു പയ്യൻ 8 വയസ്സ് 10 വയസ്സ് കാണും. അവൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അവനൊന്ന് കളിയാക്കിയതാ. അവന് പെട്ടെന്ന് ദേഷ്യം വന്ന് തറയിൽ കിടന്നൊരു കല്ലെടുത്ത് എറിഞ്ഞു തന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ നമ്മളടുത്ത് പറഞ്ഞേ. അല്ല അത് പിന്നെ പാറുവിന്റെ പ്രായമുള്ളൊരു കുരിപ്പ് എന്നെ കല്ല് വെറുക്കി എറിഞ്ഞ് എന്റെ ബോധം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കളിയാക്കൂലേ? എന്റെ പൊന്നു മോനെ, നമിച്ചു തന്നെ. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ പയ്യന്റെ അച്ഛൻ അപ്പം തന്നെ ഓടി വന്ന് എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലൊക്കെ പോയി. ആ കല്ലേറ് കൊണ്ട സമയത്തൊന്ന് ബ്ലാങ്ക് ആയിപ്പോയി. വേറെ ശരി ആണില്ല കേശു നിനക്ക്? അതെനിക്കറിയാം. ഓർമ്മയുണ്ടാ പണ്ട് ബാസിണിന്റെ തലയിൽ നീ ഇതുപോലെ കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിച്ചത്? ചെറുതായിട്ട് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ കൊച്ചു പിള്ളേരൊന്നും കളിയാക്കൂല. പണ്ടത്തെ പെടുന്നല്ലോ പിള്ളേര്, കല്ലുവർക്ക് അപ്പൊ തന്നെ അറിയും. ശരി, എന്നാ പോ രണ്ടുപേരും അപ്പുറത്തോട്ട്. ഗൗരി ഇങ്ങോട്ട് വന്നേ. ഗൗരിനോടല്ലേ വരാൻ പറയല്ലോ, നിങ്ങൾ എന്തിനാ പറഞ്ഞേ? പോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.